SSLC പബ്ലിക് പരീക്ഷയിൽ എന്തായാലും കൈവച്ചിട്ടുള്ള ഒരു നിയമത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കാം. അപ്പം മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആയിരിക്കാം, ഫ്ലെമിംഗ് ചേട്ടൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കാം, ഫ്ലെമിംഗ് ചേട്ടൻ റൈറ്റ് ഹാൻഡ് റൂൾ ആയിരിക്കാം. ഇതിന് എന്തായാലും ഒരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ അല്ലെ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹാൻഡ് റൂൾസിൻ്റെ ചോദ്യങ്ങളടക്കം പരീക്ഷയിൽ വരാൻ പോകുന്ന അതേ ചോദ്യങ്ങളടക്കം നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഓൾ ഹാൻഡ് റൂൾസ്, കൈ നിയമങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് മക്കളെ ഇത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഒരു ചോദ്യം, വിച്ച് റൂൾ ഇസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് ദ കറന്റ് ക്യാരിങ് വയർ? മലയാളത്തിൽ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം മക്കളെ ഒരു കറണ്ട് ക്യാരിങ് വയറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഷേപ്പ് സിമ്പിളാണ്, ഇങ്ങനെയാണ്. അതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട റൂളാണ് ഈ റൂൾ, അതായത് റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് റൂൾ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ അല്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം. ഇതാണ് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? മാഗ്നറ്റിക് ഫീൽഡിന്, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു വയർ എടുക്കുക, ആ വയറിൻ്റെ ഉള്ളിൽ കറണ്ട് മുകളിലേക്ക് പോകുന്നു വിചാരിക്കുക. അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കുറേ സർക്കിളിൻ്റെ രൂപത്തിലുണ്ടാവും. ഒരു വൃത്തം, വേറൊരു വൃത്തം, വേറൊരു വൃത്തം, 3 മതി തൽക്കാലം. ഇതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, റൈറ്റ് ഹാൻഡ് പിടിക്കുക. കറണ്ട് മുകളിലേക്കാണെങ്കിൽ തമ്പ് മുകളിലേക്ക് പിടിക്കുക. ഈ തമ്പില്ലേ അത് മുകളിലേക്ക് പിടിക്കുക. ഫിംഗേഴ്സ് ഇങ്ങനെയല്ലേ മക്കളെ? ഈ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പോൾ ഉള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു, പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. അത്രയുള്ള അർത്ഥം. ഉള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കയറി ചെല്ലുന്നു, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഷൂ ഷൂ. ഉള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കയറി ചെല്ലുന്നു, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഷൂ. ഉള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കയറി ചെല്ലുന്നു, കയറി ചെല്ലുന്നു, പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഇനി പരീക്ഷയിൽ ചോദിക്കും, മുകളിൽ നിൽക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കും. ആലോചിച്ച് നോക്കടോ, കറണ്ട് മുകളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ മുകളിൽ നോക്കുന്ന ആൾ നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഷൂ ഷൂ. ക്ലോക്ക് കറങ്ങുന്ന പോലെയാണോ, ക്ലോക്ക് കറങ്ങാത്ത പോലെയാണോ? ക്ലോക്ക് വെച്ചാൽ ഇങ്ങനെയാണ് കറങ്ങുക മുകളിൽ നോക്കുമ്പോൾ, ശരിയല്ലേ? ക്ലോക്ക് വെച്ചാൽ ഇങ്ങനെയല്ലേ കറങ്ങുക. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നത്. ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ്. പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ? അപ്രദക്ഷിണ, ആൻറ്റി ക്ലോക്ക് വൈസ്. സിമ്പിൾ, മനസ്സിലാവും. മുകളിൽ നോക്കുമ്പോൾ മനസ്സിലായി. ഇതൊക്കെ വേണം പരീക്ഷയിൽ എക്സ്ട്രാ ചോദിക്കാം. ഇനി അതേപോലെ ഒരു കറണ്ട് ക്യാരിങ് വേറെ നേരെ താഴേക്കാണ് കറണ്ടെങ്കിലോ, കറണ്ട് താഴേക്കാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. ഷേപ്പ് ഒരു സർക്കിള്, വീണ്ടും സർക്കിള്, ഒരു 3 സർക്കിളും കൂടെ വരച്ചേക്കാം. ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. വളരെ സിമ്പിൾ. ആലോചിച്ച് നോക്കി. കുറച്ചുകൂടി പരന്നൊക്കെ വരയ്ക്കാം, കുറച്ചുകൂടി വൃത്തിയിലൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഒരു സർക്കിൾ ഇങ്ങനെ കൂടെ വരയ്ക്കുക, ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, കറണ്ട് താഴെ, സോ തമ്പ് താഴെ. റൈറ്റ് ഹാൻഡിൽ തന്നെ പിടിക്കണേ, റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് താഴെ. ഫിംഗേഴ്സ് ഇങ്ങനെ ഫുർ ഫുർ, ഉള്ളിലേക്ക് അങ്ങനെ പോകുന്നു, പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഡയറക്ഷൻ കാണിക്കുക. വളരെ സിമ്പിൾ. ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോകുന്നു, പുറത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു, പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു, പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവൻ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി പുറത്തേക്ക് തിരിച്ചാണ്, ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ പോയി തിരിച്ചു വരിക. മുകളിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഡയറക്ഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആലോചിച്ച് നോക്കുക. കൈ പിടിച്ച് ഇങ്ങനെ ഫിംഗർ താഴെ, തമ്പ് താഴെ, ഫിംഗേഴ്സ് ഇങ്ങനെ. അപ്പം മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെ എന്നാൽ ക്ലോക്ക് കറങ്ങുന്ന പോലെ. ഇവിടെ ഒരു ക്ലോക്ക് വെച്ചാൽ ക്ലോക്ക് ഇങ്ങനെയല്ലേ കറങ്ങും, ക്ലോക്ക് വൈസ്. സോ ദിസ് ഈസ് ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഇസ് ക്ലോക്ക് വൈസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയാണ് ഈ സംഭവം ഉപയോഗിക്കേണ്ടത്. ഈ ഐറ്റം ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറയും. സ്റ്റേറ്റ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. മാക്സ്വെല്ലിൻ്റെ വലത് കൈ നിയമം, പെരുവിരൽ നിയമം പ്രസ്താവിക്കാൻ പറയും. അപ്പോൾ അത് എഴുതി വെക്കാനൊന്ന് പഠിച്ചു വെക്കും. ഒന്നുമില്ല, ഇമാജിൻ ദാറ്റ് യു ആർ ഹോൾഡിങ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്തെങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതും എഴുതി വെക്കാൻ പഠിക്കണം. മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ്. പക്ഷെ ഇത് എഴുതി വെക്കാൻ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്ത, അപ്പം മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എങ്ങനെ ഉപയോഗിക്കണം, അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനും നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ തീർന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് റൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാം. എന്താണ് മക്കളെ മോട്ടോർ പ്രിൻസിപ്പിൾ? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസസ് ഓഫ് ഫോർ വെൻ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ഒരു ബലം അനുഭവപ്പെടുന്നു, അത് ചലിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. അതായത് ബേസിക്കലി ഈ ഒരു കണ്ടക്ടറിൽ എന്താണ് കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ കണ്ടക്ടറിൽ നിന്നുണ്ട് കറണ്ട് ഉണ്ട്, കറണ്ട് ഇങ്ങനെ കടന്നു പോകാമെന്ന് വിചാരിക്കുക. മാത്രമല്ല അവനൊരു മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഒരു കാന്തിക മണ്ഡലം വെച്ചിരിക്കുന്നെങ്കിൽ അവൻ ചലിക്കും, അവൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും ചലിക്കാൻ പോകുന്നത്.
അവൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾ എന്താണെന്ന് പരീക്ഷയിൽ വയ്ക്കും. വിച്ച് റൂൾ വിൽ യു യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻസ് ഇൻ മോട്ടോർ പ്രിൻസിപ്പിൾ? മോട്ടോർ തത്വത്തിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അത് ഫോഴ്സിൻ്റെ ആവും, കറണ്ടിൻ്റെ ആവും, എന്തിൻ്റെ ആയിക്കോട്ടെ. എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് റൂൾ ഉപയോഗിക്കും? നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ആരുടെ ലെഫ്റ്റ് ഹാൻഡ്? മാക്സ്വെൽ ചേട്ടയുടെ അല്ല, ഫ്ലെമിംഗ് ചേട്ടയുടെ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഓക്കെ, ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞാൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സാർ എപ്പോൾ ഉപയോഗിക്കണം എന്നല്ലേ, തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കുക, അല്ലേ, 3 എണ്ണം ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡിനെ പിടിക്കുക. മുകളിൽ കിടക്കുന്നവൻ ഫാദറാണ്. ഓക്കെ, ഈ റൂളൊക്കെ നിങ്ങൾ ട്രിക്കൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയെങ്കിൽ സ്കിപ്പ് അടിക്കുക. മദർ ആയിരിക്കും, പിന്നെ താഴെ കിടക്കുന്നവൻ കുട്ടിയായിരിക്കും, ചൈൽഡ്. ഫാദർ എന്ന് പറഞ്ഞാൽ എന്തായാലും എഫിൻ്റെ ഫോഴ്സ് ആണ്. മദർ എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്, കാന്തിക മണ്ഡലമാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ സി, കറണ്ടാണ്. എന്താണ് മക്കളെ? കറണ്ടാണ്. ഒന്നുമില്ല, ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് ഇങ്ങോട്ട് കിട്ടും. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? മോട്ടോർ പ്രിൻസിപ്പിൾ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ഉള്ള വയർ വെക്കുമ്പോൾ, കറണ്ട് ഓൾറെഡി ഉള്ള വയർ വെക്കുമ്പോൾ അത് ചലിക്കുന്നു. ആ ചലിക്കുന്നതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ചോദ്യത്തിലുള്ള. ഇഫ് ദി കറണ്ട് ഫ്ലോസ് ഫ്രം എ ടു ബി, കറണ്ട് എ നിന്ന് ബിയിലേക്കാണ് പോകുന്നത്. അപ്പം ചാലകം എന്താണ് സംഭവം? എ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഓക്കെ, നല്ല കാര്യം. ചോദ്യം, കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസസ് ഫോഴ്സ്. കണ്ടക്ടറിന്റെ മുകളിലുള്ള ബലം അങ്ങോട്ടായിരിക്കും, സി നിന്ന് ഡിയിലേക്കാണ്, ഡി നിന്ന് സിയിലേക്കാണ്. സിമ്പിൾ. അപ്പോൾ ആദ്യം ആ ഡയറക്ഷൻ ഒന്ന് കാണിച്ച്. കറണ്ട് എങ്ങോട്ടാണ്? എ നിന്ന് ബിയിലേക്കാണ്. കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കറണ്ട് പുറത്തേക്കാണ്. ബേസിക്കലി ഇത് 3D ഡയഗ്രം ആണെങ്കിൽ ഇത് പുറത്തേക്കായിരിക്കും, അല്ലേ, അല്ല ഈ ഡയറക്ഷനിലേക്ക് പുറത്തേക്കായിരിക്കും. ഓക്കെ, ഉള്ളിലേക്കല്ല, പുറത്തേക്കായിരിക്കും. മനസ്സിലായി? അപ്പോൾ കറണ്ട് പുറത്തേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും, നോർത്ത് നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും. ഇപ്പോൾ അത് മനസ്സിലാക്കണം, ബുദ്ധിപരമായി മനസ്സിലാക്കണം. നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? കോമഡി, സിമ്പിൾ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. കാരണം ഓൾറെഡി കറണ്ട് ഉണ്ട്. ഉറപ്പിച്ചോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഓക്കെ, അതിൻ്റെ ട്രിക്ക് ഞാൻ പിന്നെ പറഞ്ഞാൽ, പക്ഷേ ഇത് തല കയറ്റിക്കോ. ഓൾറെഡി കറണ്ട് ഉണ്ട്, ഫോഴ്സാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഓക്കെ, ഫാദർ, മദർ, ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഓൾറെഡി ഇങ്ങോട്ടാണ്, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്. സോ കറണ്ട് ഇങ്ങോട്ട്, കറക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്. ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കിയേ? ഓക്കെ, ഫോഴ്സ് അങ്ങോട്ടേക്കാണ്. ഈ കറണ്ട് പുറത്തേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്. ഫോഴ്സ് എങ്ങോട്ടാണ്? ലെഫ്റ്റ് ഹാൻഡിന്റെ. ഫോഴ്സ് അങ്ങോട്ടേക്കാണ്. സിന്ന് ഡിയിലേക്കാണോ, ഡി നിന്ന് സിയിലേക്കാണോ? സിയിൽ നിന്ന് ഡിയിലേക്കാണ്. ഒരു സംശയമില്ല, സിയിൽ നിന്ന് ഡിയിലേക്ക് ഷൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതായത് ആൻസർ ഈസ് സി ടു ഡി. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോലെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വയ്ക്കുമ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യാനും പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള കൊടുത്ത സാധനം തന്നെ കൊടുത്തിരിക്കുന്നത്. അത് സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അടുത്ത പഠിക്കേണ്ടത് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. അതിന് മുമ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് വേഗം ഓർത്തെടുക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓൾറെഡി എന്തില്ല? കറണ്ട് ഇല്ല. കറണ്ട് ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെ കറണ്ട് ഉണ്ടാകാൻ പോകുന്നത്? ഒരു ചാലകത്തിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഒരു ചാലകത്തിനെ നിങ്ങൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, എന്നിട്ട് വെറുതെ ഇരുന്നാൽ അവിടെ കറണ്ട് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അവനെ ഒന്ന് ചലിപ്പിച്ചാൽ, ഒരു ഫോഴ്സ് കൊടുത്താൽ, ഇവന്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ അവന്റെ കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. അതുവഴി അവൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് ക്രിയേറ്റ് ചെയ്യും. കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടാക്കപ്പെടും, അല്ലെ കറണ്ട് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതി കാന്തികം പ്രേരണ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെ അതിന്റെ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷയിൽ വയ്ക്കുന്ന ഐറ്റമാണ്. മോട്ടോർ പ്രിൻസിപ്പിളും പരീക്ഷയിൽ ചോദിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതി കാന്തിക പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്ക്. എന്തായാലും പഠിച്ചു വെക്കേണ്ട സാധനമാണ് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഐഡിയ ഇതാണ്. കറണ്ട് ഉണ്ടാകുന്ന പരിപാടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മറ്റൊരിടത്ത് മോട്ടോർ പ്രിൻസിപ്പിൾ ഓൾറെഡി കറണ്ട് ഉണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വിച്ച് റൂൾ വിൽ യു യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻസ് ഇൻ EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതികാന്തിക പ്രേരണത്തിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല റൈറ്റ് ഹാൻഡ് റൂൾ. മാക്സ്വെൽസ് അല്ല, ഫ്ലെമിങ്ങിന്റെ തന്നെ. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. തമ്പില്ല കേട്ടോ, തമ്പ് റൂൾ എന്നല്ല പേര്. തമ്പുണ്ട് കയ്യിൽ, പക്ഷേ റൂളിന്റെ പേരില്ല. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉപയോഗിക്കാം. എന്താ സെയിം പരിപാടി തന്നെ. റൈറ്റ് ഹാൻഡ് പിടിക്കുക, മുകളിൽ ഫാദർ, ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം നമുക്ക് മനസ്സിലാക്കാം ഒരു ചോദ്യത്തിലൂടെ. വിച്ച് ഡയറക്ഷൻ വിൽ ദ കറണ്ട് ഫ്ലോ? അപ്പോൾ കറണ്ട് ഉണ്ടാകുന്ന പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ടാകാൻ പോകാമെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം, ചെക്ക് ചെയ്യണം കറണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ടോ ഇല്ല. ഈ വയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ എന്നാണ് കറണ്ട് കൊടുക്കുന്ന സാധനമല്ല, കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയ സാധനമാണ്. അപ്പോൾ ഉറപ്പിച്ചോ എന്താണ് മക്കളെ? ഈ ചോദ്യം വേണ്ട, ഈ ചോദ്യം പിടിച്ചു. ഇതാദ്യം ചെയ്യാം, എന്നിട്ട് മറ്റേ വീണ്ടും ചെയ്യാം. അപ്പോൾ ഗാൽവനോമീറ്റർ ആണ് ഇവിടെയും വീണ്ടും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, കറണ്ട് ഓൾറെഡി ഇല്ല, കറണ്ട് ഉണ്ടാവാൻ പോവാണ്. അപ്പോൾ കറണ്ട് ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ മനസ്സിലാക്കണം റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കേണ്ട, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അങ്ങോട്ട് തന്നിട്ടുണ്ട്, ഫോഴ്സ് മുകളിലേക്കാണ്, വയറിന്റെ മുകളിലേക്ക് ചലിക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. കറണ്ട് എങ്ങോട്ടാണ്? ഫോഴ്സ് മുകളിലേക്കാണ്. റൈറ്റ് ഹാൻഡ് പിടിക്കുക, റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കണം കേട്ടോ. ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, കറണ്ട് എങ്ങോട്ടാണ്? ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെയാണ്. എല്ലാം കറക്റ്റായി വന്നു. കറണ്ട് എന്താണ്? ഇങ്ങോട്ടാണ്. എ നിന്ന് ബിയിലേക്കാണോ, ബി നിലേക്കാണോ? എ ടു ബി ആയിരിക്കില്ലേ കറണ്ട്. ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് എ ബി, സിമ്പിൾ. എ നിന്ന് ബിയിലേക്ക് കഴിഞ്ഞു. ഇതിന്റെ വേറൊരു ചോദ്യം, ഫോഴ്സ് താഴേക്കാണെങ്കിൽ, ഓക്കെ ശരി, ഫോഴ്സ് താഴേക്കാണെങ്കിൽ എങ്ങനെ പിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെ, ഫോഴ്സ് താഴേക്ക്. ഓക്കെ, ഇതല്ലേ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഫോഴ്സ് താഴേക്ക്. കറണ്ട് അങ്ങോട്ടാ നോക്കിയേ, കൈ കാണുന്നുണ്ടോ? മൂന്നാമത്തെ ഫിംഗർ ഉള്ളിലേക്കാണ്, ബി നേലേക്കാണ്. സോ ബി ടു എ. ഇത്രയുള്ള സമയം, വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, ഇവനെയും സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക, ഇവന്റെ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണം, സ്ക്രീൻഷോട്ട് എടുത്തോ, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റും പഠിക്കണം. ഇനി ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ലയണൽ മെസ്സിന്റെയും റോയൽ എൻഫീൽഡിന്റെ പിക്ചർ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ലയണൽ മെസ്സി, റോയൽ എൻഫീൽഡ്. ഇതെന്താ സംഭവം? ലയണൽ മെസ്സി, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ സാറേ എന്താ സംഭവം? ഇത്രയേ ഉള്ളൂ. ലയണൽ മെസ്സിന്റെ എല്ലിൽ എന്താ ഉള്ളത്? ലെഫ്റ്റ് ഹാൻഡ് റൂള്. മെസ്സിയുടെ എമ്മിൽ മോട്ടോർ പ്രിൻസിപ്പിള്. ഇതെന്താ? റൈറ്റ് ഹാൻഡ് റൂള് റോയൽ എൻഫീൽഡിന്റെ. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒന്നുമില്ല, മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ചോദ്യങ്ങളാണെങ്കിൽ, അതായത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണെന്നെങ്കിൽ മനസ്സിലാവുക, അവിടെ കറണ്ട് ഓൾറെഡി ഇല്ല, കറണ്ട് ഓൾറെഡി ഉണ്ട്. ഫോഴ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. എന്താ ഉണ്ടാവാൻ പോകുന്ന? ഫോഴ്സ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കണ്ട. കറണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, ഫോഴ്സ് ഉണ്ടാവാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഇതിങ്ങനെ തന്നെ പഠിച്ചു വേണം. ചിലവർ ഇങ്ങനെ ആയിരിക്കും ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് റൂളും കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ തെറ്റാണ്, ട്രാപ്പിൽ വീഴും. പഠിക്കരുത് അങ്ങനെ കേട്ടോ, തെറ്റാണ്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിട്ടാണ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഫോഴ്സും കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിനും ഉപയോഗിക്കാം. പക്ഷേ ഏത് ചോദ്യങ്ങൾ ഏത് ഉപയോഗിക്കണം എന്നാണുള്ള, അതിലാണ് കാര്യമുള്ളത്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ചോദ്യം, അതായത് ഓൾറെഡി കറണ്ട് ഉള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ചോദ്യങ്ങളിൽ, അതായത് ഓൾറെഡി കറണ്ട് ഇല്ല, കറണ്ട് ഉണ്ടാവാൻ പോവുകയാണ്, അല്ലെ കറണ്ട് ഉണ്ടാക്കുകയാണ്, കറണ്ട് ഉണ്ടാവുന്ന ചോദ്യങ്ങളിൽ, ഇവിടെ കറണ്ട് ഓൾറെഡി ഉണ്ട്, കറണ്ട് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ കേസിൽ റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ലയണൽ മെസ്സി, റോയൽ എൻഫീൽഡ്. ഇത്രയും ഓർത്ത് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി മൂന്നാമത്തെ ആദ്യം പഠിച്ച റൂൾ എന്തായിരുന്നു? അത് മറന്നു വരുത്. നമ്മുടെ മാക്സ്വെൽ ചേട്ടയുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനാണ്? അത് പാവാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൽ മൂന്നിൽ നിന്ന് എന്തായാലും പരീക്ഷയിൽ ചോദ്യം വരും. അത് വന്നു കഴിയുമ്പോൾ ഒരു സംശയം കൂടാതെ ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയുള്ള മക്കളെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കറണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ലയണൽ മെസ്സി, ലയണൽ മോട്ടോർ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അപ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് റൂൾ. ഇത്രയുള്ള സംഭവം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അടിച്ച് പൊളിച്ച് പഠിച്ചു നോക്കണം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കണം SSLC ഫിസിക്സ് പരീക്ഷയിൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.